കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണല്ലോ ചിന്തിച്ചത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ നമ്മെ നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്ന് നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നല്ലോ. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രവൃത്തിയെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതായ വാക്യം നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. അതിനായി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം അതിൻ്റെ 13 വാക്യം വായിക്കാം. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ച് തരികയും ചെയ്യും. 14 വാക്യം കൊണ്ട് ചേർത്ത് വായിക്കുന്നു. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രവൃത്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സാധാരണയായിട്ട് നമ്മുടെ ആളുകൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത് നമുക്ക് തുള്ളിച്ചാടാനുള്ള ഒരു ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ചിന്തയല്ല നമുക്ക് വേണ്ടത്. മറിച്ച് പരിശുദ്ധാത്മാവ് എന്ന ആ ത്രിയേക ദൈവത്വത്തിലെ മൂന്നാമത്തെ ആളത്തിന് വളരെ നിർണായകമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. അത് കർത്താവ് യേശുക്രിസ്തു അപ്പോസ്തലന്മാരോട് വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടെടുപ്പ് നാളിലേക്ക് നമ്മൾ അവനാലാണ് മുദ്രയിടപ്പെട്ടതെന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, തൃത്വത്തിലെ ഈ മൂന്നാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവിനെ വളരെയധികം ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ വില കുറഞ്ഞ് കാണുന്ന ആളുകളുമുണ്ട്. എന്നാൽ കർത്താവ് വളരെ വ്യക്തതയോടുകൂടിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടു സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ. അപ്പോൾ ഈ ആത്മാവിനെ വിളിക്കുന്ന ഒരു പേര് സത്യത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പേരാണ് സത്യത്തിൻ്റെ ആത്മാവ്. സത്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനമാകുന്ന സത്യം വഹിക്കുന്നതായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ വരുമ്പോൾ നിങ്ങളെ സകല സത്യങ്ങളിലും വഴി നടത്തും. ഞാൻ ഈ വേദഭാഗം ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് മറ്റൊരു വാക്യം കൂടെ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തു 12 വാക്യത്തിൽ പറയുന്നുണ്ട്, ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. എന്തുകൊണ്ടാണ് ഇവർക്ക് കൂടുതൽ ഗ്രഹിപ്പാൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ഇവർ വളരെയധികം ദുഃഖത്തിലായിരിക്കുന്നു. അവരുടെ ഹൃദയം കലീഭവിച്ചിരിക്കുന്നതായ ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത് ഗ്രഹിപ്പാൻ കഴിയത്തില്ല. മാത്രമല്ല ഇതെല്ലാം വളരെ മാർമികമായ കാര്യങ്ങളായതുകൊണ്ട് യേശു ഇത് അവരോട് പറയുന്നില്ല. പക്ഷേ യേശു വളരെ വ്യക്തതയോടുകൂടെ പറയുന്നൊരു കാര്യമുണ്ട്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യങ്ങളിലും വഴി നടത്തും. നമുക്കറിയാവുന്ന പോലെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശു തന്നെ ഡയറക്റ്റ് ചെയ്തതിനനുസരിച്ച് ഇവരെല്ലാം യെരുശലേമിൽ ഒന്നിച്ചുകൂടി അവർ മാളികമുറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനു വേണ്ടി കാത്തിരുന്നു. അവർ ഏകദേശം 120 പേര് മാളികമുറിയിൽ കൂടിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തു നിന്നും ഇറങ്ങി വന്ന് അവരുടെ മേൽ പതിച്ചുവെന്നും അവരിലെല്ലാം തന്നെ അഗ്നിനാവുകൾ പ്രത്യക്ഷമായെന്നും അവർ അന്യഭാഷകളിൽ സംസാരിച്ചുവെന്നും നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാഗ്ദത്തത്വത്തെക്കുറിച്ച് കർത്താവ് സംസാരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമര്യയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരും. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു ശക്തിയുടെ ആത്മാവാണ്. അത് അധികാരപ്പെടുത്തുന്ന ആത്മാവാണ്, അധികാരം നൽകുന്നതായ ആത്മാവാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഈ 13 വാക്യത്തിൽ കാണുന്നത് പോലെ ഈ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴാണ് അവൻ സകല സത്യങ്ങളിലേക്കും നിങ്ങളെ വഴി നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ ഉപദേശങ്ങൾ അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് അവർക്ക് നൽകി കൊടുത്തു. ഈ ഉപദേശങ്ങളെല്ലാം തന്നെ പുതിയ നിയമ പുസ്തകങ്ങളിൽ, പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ സംഗ്രഹിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളെല്ലാവരും പുതിയ നിയമം വായിക്കുന്നവരാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി, റോമാലേഖനം, കൊരിന്ത്യൻ ലേഖനം, ഗലാത്യ ലേഖനം, എഫേസ്യൻ ലേഖനം, ഫിലിപ്പിയ ലേഖനം, യൂദായുടെ ലേഖനം, യോഹന്നാന്റെ ലേഖനങ്ങൾ, പത്രോസിൻ്റെ ലേഖനങ്ങൾ, തെസ്സലോനിക്ക ലേഖനം, ഇങ്ങനെ പൗലോസിൻ്റെയും പത്രോസിൻ്റെ ഒക്കെ ലേഖനങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. ഈ ലേഖനങ്ങളിലെല്ലാം തന്നെ പരിശുദ്ധാത്മാവ് വഴി നടത്തുന്ന സത്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സത്യങ്ങളിൽ ബേസ് ചെയ്ത് വേണം, അടിസ്ഥാനപ്പെട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ. ഇവിടെ നമ്മൾ വായിച്ചു, അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. പല ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്നും ഈ അപ്പോസ്തലന്മാരോട് സംസാരിക്കുന്ന പോലെ പരിശുദ്ധന്മാർ സംസാരിക്കാറുണ്ടോ?
തീർച്ചയായിട്ടും സംസാരിക്കാറുണ്ട്. പക്ഷേ പുതിയ നിയമ പുസ്തകം അത് രൂപപ്പെട്ട് കഴിഞ്ഞു, അപ്പോസ്തലന്മാർ എഴുതി വെച്ച് കഴിഞ്ഞു. ഇനിയും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അപ്പോസ്തലന്മാരോട് സംസാരിച്ചതായ കാര്യങ്ങളുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഇന്ന് പല ആളുകളും നമുക്കറിയാം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷേ അത് ദൈവവചനത്തിന് അടിസ്ഥാനമായിട്ടുള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. വിശുദ്ധ ബൈബിളിലെ ബെരോബയിലെ സഭയിലെ വിശ്വാസികളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആര് എന്തു വന്ന് പ്രസംഗിച്ചാലും ബെരോബയിലെ ആളുകൾ പരിശോധിക്കുമായിരുന്നു അത് തിരുവെഴുത്തിൻ പ്രകാരമാണോ എന്നുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തികളിലൂടെ സംസാരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആ തിരുവെഴുത്തിൻ്റെ സ്ക്രിപ്ചറിൻ്റെ ബേസിസിലാണോ അവർ സംസാരിക്കുന്നതെന്ന് നമ്മൾ വിലയിരുത്തണം. അല്ലാത്തവയെ നമ്മൾ തള്ളിക്കളയണം. ഇന്ന് പലരും അങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊണ്ട് കടന്നു വരുന്നുണ്ട്. അവർ തന്നെ ഒരു അപ്പോസ്തലനായി തീരുവാൻ ശ്രമിക്കുന്നു. അവർ പൗലോസിനേക്കാളും അപ്പുറമോ പത്രോസിനേക്കാൾ അപ്പുറമോ ആയി തീരുവാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ യേശുവിനെ പോലെയോ അല്ലെങ്കിൽ യേശുവിന് മുകളിലോ ആയി തീരുവാൻ പരിശ്രമിക്കുന്നവരായ ആളുകളുണ്ട്. പക്ഷേ ഏതൊരു കാര്യമാണെങ്കിലും, ഇന്ന് സംഭവിക്കുന്ന ഏതൊരു ആത്മീയമായ കാര്യമാണെങ്കിൽ പോലും തിരുവെഴുത്തിൽ നിങ്ങൾ മാറ്റിവരിച്ച് നോക്കണം, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. എന്നിട്ട് മാത്രമേ ഒരാൾ പറയുന്ന സന്ദേശം എടുക്കാവൂ. ഒരു പ്രസംഗം കേൾക്കുമ്പോഴും അത് സ്ക്രിപ്ചറലാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. എങ്കിൽ മാത്രമേ അത് ദൈവത്തിൻ്റെതാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഇവിടെയും കർത്താവ് യേശുക്രിസ്തു എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് തനിക്കൊന്നും സ്വയമേവ സംസാരിക്കാൻ കഴിയത്തില്ല. അവൻ സംസാരിക്കുന്നത് എന്നിൽ നിന്നുമാണ്. ഞാൻ കൊടുക്കുന്നതാണ് അവൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്തും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ സംസാരമെല്ലാം തന്നെ സ്ക്രിപ്ചറലാണ്, തിരുവെഴുത്തിൻ പ്രകാരമാണ്. പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന ആ തിരുവെഴുത്തിൻ്റെ അപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവ് ഒരിക്കലും പോവുകയില്ല. അതുപോലെ തന്നെ വ്യക്തിപരമായി ദൈവം നമ്മോട് സംസാരിക്കും. അതും സ്ക്രിപ്ചറലായിട്ട് മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയുള്ളൂ. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടപെടും. എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മളോട് പരിശുദ്ധാത്മാവ് സംസാരിപ്പാനിടയായിത്തീരും. നോക്കി, അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അനനിയാസ് എന്താ ചെയ്തത്, പത്രോസ് എന്താ ചെയ്തത്, എവിടെ പോകണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് കൃത്യമായും അവരോട് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ അൺസ്ക്രിപ്ചറലായിട്ടുള്ള തിരുവെഴുത്തിൽ ഇല്ലാത്തതായ ഒരു കാര്യങ്ങളും ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് അവരെ സമ്മതിച്ചില്ല. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് ഇടപെട്ടത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എനിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് സംസാരിപ്പാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിയത്തില്ല. പക്ഷേ ഒരു കാര്യം സ്പഷ്ടമാണ്, പരിശുദ്ധാത്മാവ് അവൻ നമ്മളെ സകല സത്യങ്ങളിലും വഴി നടത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടിരിപ്പാൻ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുവാൻ നമുക്ക് ഏവർക്കും കർത്താവ് സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിപ്പാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവെ ഞങ്ങളെ ഡയറക്റ്റ് ചെയ്യാത്ത ഒരു വഴിയിലേക്ക് പോകുവാൻ ഞങ്ങളെ സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നീ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാം നന്മയാലും നിറഞ്ഞു വരട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.